ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോകുൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരികയാണ് കേട്ടോ. തൻ്റെ പെങ്ങളുടെ ഭർത്താവ് രാഹുലെയും മൃദുലയുമായി ഈ ലിവിങ് ടുഗദർ ആണ് എന്ന് പറഞ്ഞ ആ ഒരു ഇത് വല്ലാതെ ഗോകുലിൻ്റെ മനസ്സിന് വേദനയാവണം കേട്ടോ. അങ്ങനെ ഗോകുലിന് വല്ലാതെ അങ്ങ് രക്തം തളച്ച് ഭയങ്കര പ്രഷറിൽ ഗോകുൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഗോകുലിനെ ഞെട്ടിപ്പിച്ച ഒരു കാഴ്ചയാണ് കേട്ടോ ഗോകുലിൻ്റെ കൺമുന്നിൽ കാണുന്നത്. അങ്ങനെ ഗോകുൽ നോക്കണം കേട്ടോ. ഗോകുൽ കാണുന്നത് മഞ്ചാടിയും ഈ പറയുന്ന ജീവരാജുമായി ബൈക്കിൽ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ. അവർ തമ്മിലിങ്ങനെ തൊട്ടുരുമ്പി സംസാരിക്കുന്നത് കാണുമ്പോൾ ഗോകുൽ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, ഇവരുടെ പേരിലുള്ള കേസ് പോലും ഇവള് ഒഴിവാക്കിച്ച് എന്നുള്ള ആ ഒരു ഇത് തോന്നണം കേട്ടോ. ഇത്രയും വൃത്തികെട്ട ഇവളെയാണല്ലോ താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന ആ ഒരു ഇത് ഗോകുലിൻ്റെ ഉള്ളിൽ തോന്നണം കേട്ടോ. ഇപ്പം മൃദുലയും രാഹുലും ചെയ്യുന്ന ലിവിങ് ടുഗദറായി തന്നെ മഞ്ചാടിയും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക എന്ന ആ ഒരു തോന്നൽ ഇങ്ങനെ ഗോകുലിൻ്റെ ഉള്ളിൽ തോന്നിട്ട് ഗോകുൽ എന്ത് ചെയ്യുന്നു, ബൈക്ക് നിർത്താൻ കേട്ടോ. പിന്നീട് മഞ്ചാടിയുടെ എടി എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. എടാ, നീ എന്താടാ ഈ കാണിക്കുന്നത്? നീ ഇതുപോലെ ഒരു പ്രാവശ്യം ഇവളുമായി ചെങ്ങാത്തം കൂടിയതിൻ്റെ ആ ഒരു ഫലം ഇന്ന് ഞാൻ അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. നീ ആ ചെങ്ങാത്തം കൂടിയതിൽ ഇവളെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി. എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത ഞാനാണ് അതിൽ പഴി കേൾക്കേണ്ടത്, ഞാനാണ് ജയിലിൽ കിടക്കേണ്ടത് വന്നതെന്ന് പറയുമ്പോൾ മഞ്ചാടി പറയണം, ജീവരാജിനെ വിടുന്നുണ്ടോ ഗോകുൽ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഗോകുലങ്ങ് ദേഷ്യം പിടിക്കണം. ഗോകുൽ പറയണേ, എടി നീ ഇത്രയും വൃത്തികെട്ടവളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിനക്ക് വേണ്ടിയാണ് കുറേ കാലം ഞാൻ ജയിലിൽ പോയി കിടന്നത്. പക്ഷെ നീ എന്നെ മനസ്സിലാക്കുമെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ നീ എന്നെ മനസ്സിലാക്കുന്നില്ല. നിനക്ക് ഇവനുമായുള്ള ചെങ്ങാത്ത ഇനിയും തുടരാൻ എങ്ങനെ കഴിയുന്നു? ഇവന് വേണ്ടി, നിനക്ക് വേണ്ടി, ഇവൻ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു ഇതിന് വേണ്ടി ഞാനാണ് ജയിലറക്കുള്ളിൽ പോയി കിടന്നതും എൻ്റെ കുടുംബത്തിന് വഴി കേൾക്കേണ്ടി വന്നതും എന്നൊക്കെ പറഞ്ഞ് ഗോകുൽ ചൂടാകുമ്പോൾ മഞ്ചാടി അങ്ങ് ദേഷ്യപ്പെട്ട് ഗോകുലിൻ്റെ അടുത്തോട്ട് വരാനിട്ട്. അപ്പോൾ ഗോകുലിനങ്ങ് ദേഷ്യം പിടിക്കണേ, എടി നീ ഒറ്റൊരുത്തിയാണ്, ഇവനെ ഇഷ്ടമാണെങ്കിൽ അത് നിൻ്റെ അച്ഛനോട് തുറന്ന് പറയുക. അതല്ലെങ്കിൽ നീ എന്ത് ചെയ്യണമായിരുന്നു? നീ എന്നെ വേണ്ടെന്ന് പറയുക. എന്നെയും എൻ്റെ കുടുംബത്തെ ഇനിയും നീ കബളിപ്പിക്കാനാണോ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഗോകുൽ, നീ ജീവരാജിനെ വിടുന്നുണ്ടോ? ഇല്ല, ഞാൻ വിടില്ല. ഇവൻ കാരണം ഒരു നിരപരാധിയായ ഞാൻ നിനക്ക് വേണ്ടി ആ ജയിലിനുള്ളിൽ കിടക്കേണ്ടി വന്നു. നിന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ഇത് വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇന്ന് തന്നെ ഞാൻ നിൻ്റെ അച്ഛനെ ഈ വിവരം അറിയിക്കുമെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ജീവരാജും മഞ്ചാടി ആകെ പേടിക്കുകയാണ്. അങ്ങനെ ഗോകുൽ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഗോകുൽ മഞ്ചാടിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗോകുൽ മഞ്ചാടിയുടെ മുഖത്ത് നോക്കി, നിന്നെപ്പോലെ ഒരു പെണ്ണിനെയാണല്ലോ എനിക്ക് ജീവിതത്തിൽ സ്നേഹിക്കാൻ തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മഞ്ചാടിയുടെ മുന്നിൽ നിന്നും ഗോകുൽ പോകുന്നു കേട്ടോ. ഇതേ സമയം മഞ്ചാടിയുടെ അടുത്തോട്ട് ജീവരാജ് വരികയാണ്. മഞ്ചാടി, ഞാൻ കാരണം നിൻ്റെ ജീവിതത്തിൽ ഇനി മനസ്സമാധാനം പോകുമോ? ഞാൻ കാരണം നിന്നെ ആരെങ്കിലും സ്നേഹിക്കാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ അവിടെ പറഞ്ഞോട്ടെ, ജീവരാജിന് ഇതൊന്നും വില കൊടുക്കേണ്ട എന്ന് മഞ്ചാടി പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ദാസിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ മാഷ് വന്നിരിക്കുകയാണ്. അപ്പോൾ മാഷ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അനുപമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദാസ്? എന്നിൽ നിന്നും നിങ്ങളെല്ലാവരും എല്ലാ സത്യങ്ങളും മറച്ചു വെക്കാനാണ് നോക്കിയിട്ടുള്ളത്. എന്നാൽ അത് അറിയേണ്ട സമയത്ത് ഞാൻ അറിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനിയൊരു മറച്ചു വെക്കൽ വേണ്ട. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അണ്ണാ അത് പിന്നെ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഗേറ്റ് തുറന്ന് സുശീലയുടെ ആ കയറി വരവിട്ടോ. സുശീലയെ കാണുന്ന ദാസും ഈ പറയുന്ന മാഷും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. സുശീല ഉറഞ്ഞു തുള്ളി ഭദ്രകാളിയെ പോലെ തന്നെയാണ് സുശീല വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ സുശീല ഈ വഴിക്ക് എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞങ്ങൾക്കൊരു കാര്യം അറിയണം, അതിനു വേണ്ടിയാണ് വന്നത്. ഞാൻ എൻ്റെ മകന് ഒരു അബദ്ധം പറ്റി നിങ്ങളുടെ മകളെ ആ വീട്ടിൽ, വാടക വീട്ടിൽ താമസിപ്പിച്ചു. ഇപ്പോഴവൾ എന്നിൽ നിന്നും അവളുടെ കുട്ടിയായ, അതായത് ഇന്ദ്രൻ്റെ കുട്ടിയായ ആ കുട്ടിയെയും കൈകടത്തി മേടിച്ചിരിക്കുന്നു. എൻ്റെ കരണത്ത് അവൾ അടിച്ചിരിക്കുന്നു. നിങ്ങളുടെ അനുപമ എന്ന് പറയുന്ന മകൾ. ഇതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങളൊന്ന് നിങ്ങളുടെ മകളെ ഉപദേശിക്കുകയോ നേരാക്കുകയോ ചെയ്യാതെയും കണ്ടിട്ട് നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ മാഷ ആകെ ഞെട്ടിപ്പോണിട്ടാ. എന്താ സുശീല ഈ പറയുന്നത്? എന്താ ഈ സുശീല നീ പറയുന്നത്? നിന്നെ എൻ്റെ മകൾ അടിച്ചെന്നോ? വായിൽ തോന്നിയത് വിളിച്ചു പറയരുത് സുശീല, അത് കേട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ, നിങ്ങളാരും അറിയിച്ചിട്ടില്ലല്ലേ? എന്നാൽ നിങ്ങളുടെ മകൾ എൻ്റെ കരണത്തടിച്ചിരിക്കുന്നു. എൻ്റെ കരണത്തടിച്ച് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും എൻ്റെ മകളെ ഇനി എന്തായാലും ഇന്ദ്രൻ സഹിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇന്ദ്രന് ഇനി അനുപമയുമായുള്ള ബന്ധം വേണ്ട. അവളുടെ മകനെ അവൾ എടുക്കുകയോ തിന്നുകയോ എന്താ ചെയ്തോട്ടെ, പക്ഷേ അനുപമയുമായുള്ള ഒരു ബന്ധം ഇനി ഇന്ദ്രന് വേണ്ട. അനുപമയെ ഇന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയോ അതുപോലെ തന്നെ എൻ്റെ മകൻ വാടക കൊടുക്കുന്ന ആ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മകളെ ഇറക്കി കൊണ്ടുവരികയും വേണമെന്ന് പറഞ്ഞിട്ട് സുശീല അവിടെ നിന്നും പോകുമ്പോൾ മാഷ് ആകെ തളർന്നു കേട്ടോ.
മാഷ് ഇങ്ങനെ തളർന്ന് പൊട്ടിക്കരഞ്ഞും കൊണ്ട് മാഷ് ഇരിക്കുകയാണ്. ഈശ്വര, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? എത്ര എത്ര നല്ലപോലെ വളർത്തിയ മക്കളെക്കുറിച്ച് ഓരോന്ന് അപവാദങ്ങൾ പറഞ്ഞത് കേൾക്കുമ്പോൾ മാഷിന് സഹിക്കാനാവുന്നില്ല. അപ്പോൾ മാഷ് ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ അവിടെ ദാസ് വരാനിട്ട അണ്ണ എന്ന് പറയുമ്പോൾ, വേണ്ട, നിങ്ങൾ എന്നോട് മിണ്ടണ്ട, നിങ്ങൾ ആരും എന്നോട് മിണ്ടണ്ട. എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടും എൻ്റെ മകള് ആ പറയുന്ന ആ സുശീലയെ അടിച്ചു എന്ന് പറയുന്നതിലും എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഉടൻ തന്നെ മാഷിനോട് ദാസ് പറയണേ, അത് കേട്ടത് സത്യം തന്നെയാണ്. അനുപമ അവരെ അടിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിൽ അടിച്ചതിൽ വേറൊരു പ്രശ്നത്താലാണ് അവരെ അനുപമയുടെ കൈ കൊണ്ട് ആ അടി ഏറ്റു വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, ഈ അനുപമ ചെയ്തത് ശരിയല്ല. അനുപമ ഒരിക്കലും സുശീലയെ അടിക്കരുതായിരുന്നു എന്ന് ഇന്ദ്രനെ പോലെ മാഷും പറയണേട്ടാ. അങ്ങനെ ഈ സമയം മാഷ് ആകെ തളരാണ്. അപ്പോൾ ഇതേ സമയം മാഷി, എനിക്ക് അവളെ കാണണം, എനിക്ക് അവളോട് സംസാരിക്കണം, ഇനി അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാനുള്ള ഏർപ്പാട് പെട്ടെന്ന് ദാസ് ചെയ്യേ, അവളിനി ഒരു നിമിഷം പോലും അവൻ്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന ആ തീരുമാനം മാഷ് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ സുശീലയും കാത്ത് ഇന്ദ്രൻ ഇരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ, എടാ, ഞാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട്. അമ്മ എന്താ ചെയ്തത്? അതെ, ആ മാഷിനെ കാര്യങ്ങളൊന്നും വിവരം അറിയിച്ചിരുന്നില്ല. എന്നാൽ മാഷിൻ്റെ മുഖത്ത് നോക്കി ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അയാൾ എന്തായാലും അനുപമയെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കോളും എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ, അമ്മ അത് വേണ്ടായിരുന്നു അദ്ദേഹത്തിന്. നീ നിർത്തടാ അവൻ്റെ ഒരു അച്ഛൻ്റെ സ്നേഹം ഒന്നും ഇവിടെ പറയണ്ട. മക്കൾക്കില്ലാത്ത സ്നേഹം നിനക്കെന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രനെ വഴക്ക് പറയണേട്ടോ. എന്നാൽ ഈ സമയം പുറത്താണെങ്കിലോ ഗോകുല് തൻ്റെ വീട്ടിലോട്ട് കയറി വരികയാണ്. ഗോകുല് ആകെ മണ്ണിൽ കുളിച്ച് ആകെ ചളി പുരണ്ട് വരുന്നത് കാണുമ്പോൾ സച്ചിക്ക് പേടിയാവണം. അങ്ങനെ സച്ചി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മോനെ, എന്താ പ്രശ്നം? നീ ആരുമായെങ്കിലും വഴക്കുണ്ടാക്കിയോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛ, എന്താണ് നമ്മുടെ ജീവിതം മാത്രമേ ഇങ്ങനെ ആയിപ്പോയത്? എന്താടാ അതിന് മാത്രം എന്താണ് പ്രശ്നം? എല്ലാവരും നമ്മളെ ചതിക്കുകയാണ് അച്ഛ. നമ്മുടെ പണത്തിൻ്റെ പേരിൽ എല്ലാവരും നമ്മളെ ചതിക്കുകയാണ്. ആരെയും ആത്മാർത്ഥമായി സ്നേഹിച്ചൂടാ എന്ന് പറയുമ്പോൾ, എന്താ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ ചില സത്യങ്ങൾ നേരിൽ കണ്ടും ചില സത്യങ്ങൾ ചെവിയിലൂടെ കേട്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അതൊന്നും എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. അത് കേട്ട ഉടൻ തന്നെ സച്ചി ചോദിക്കുകയാണ്, എന്ത് പ്രശ്നം, എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ രാഹുലില്ലേ, അവന് വേറൊരു പെണ്ണുമായി ലിവിങ് ടുഗദറായി നടക്കുന്നു. അവനെ ശരിക്കും പറയുകയാണെങ്കിൽ അതിനു വേണ്ടിയാണോ ഇവിടെ നിന്ന് പോയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. നീ വായിൽ തോന്നിയത് വിളിച്ചു പറയരുത്. നമ്മുടെ ഇന്ദുവിൻ്റെ ഭർത്താവാണ് അവനെക്കുറിച്ച് നീ വായിൽ തോന്നിയത് വിളിച്ചു പറയരുത്. അച്ഛന് സംശയമുണ്ടെങ്കിൽ അച്ഛൻ പോയി അന്വേഷിച്ച് നോക്കുക, പറയാൻ പറ്റുമെന്ന് പറയുന്നത്. ഇതേ സമയം, പിന്നെ എന്താടാ നീ ഇങ്ങനെ മണ്ണിൽ പുരണ്ടിരിക്കുന്നത്? നീ അവനുമായി വഴക്ക് കൂടി അവനെ നേരിൽ കാണുകയോ ചെയ്ത്? ഇല്ല, ഞാൻ കണ്ടത് ആ ജീവരാജിനെയാണ്. എന്ത് ജീവരാജിനെയാണോ? നീ എന്തിനാ അവനുമായി വഴക്കിടുന്നത്? അവനും അവളും ആര്? മഞ്ചാടിയോ? അതെ, അവർ രണ്ടുപേരും ഇപ്പോഴും സ്നേഹത്തിലാണോ എന്നൊരു സംശയം എനിക്കുണ്ടച്ച. ആ മഞ്ചാടി എന്നെ സ്നേഹിക്കുന്നില്ല, അവൾ എന്നെ ചതിക്കുകയാണെന്നൊരു തോന്നൽ, അവൾക്ക് എന്നെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവിടെ സച്ചി ആകെ തളരാണ് കേട്ടോ. എന്താ നീ പറയുന്നത്? അവൾക്ക് വേണ്ടിയല്ലടാ നീ ആ ജയിലറക്കുള്ളിൽ പോയി കിടന്നത്, അവൾക്ക് വേണ്ടിയല്ലടാ നീ ആ ദുരിതങ്ങളെല്ലാം അനുഭവിച്ചത്. എന്നിട്ട് അവൾ നിന്നെ ചതിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതൊരിക്കലും വിടാൻ ഞാൻ തയ്യാറല്ല. ഇത് മാഷിനെ അറിയിക്കണം. മാഷിനെ അറിയിച്ച് ഈ മഞ്ചാടിയുടെ മുഖംമൂടി മാഷിൻ്റെ മുന്നിൽ തുറന്ന് കാട്ടണമെന്ന് പറയാനേട്ടാ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.